ഇന്നൊരു അടിപൊളി മീൻ വറ്റിച്ചതായാലോ. തേങ്ങ ചിരകിയതും കുഞ്ഞുള്ളിയും ഇഞ്ചിക്കുട്ടന്മാരും ഒക്കെ റെഡിയായി കഴിഞ്ഞു. കൂട്ടത്തിൽ നമ്മുടെ കാന്താരിപ്പെണ്ണും ഭംഗി പോലെ തന്നെ നല്ല ഗുണമുള്ള കറിവേപ്പിലയും സെറ്റാക്കി. ആദ്യം തന്നെ കുഞ്ഞുള്ളിനെ ഇടിക്കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ച് റെഡിയാക്കണം. കൂട്ടത്തിൽ നമ്മുടെ ഇഞ്ചിക്കുട്ടന്മാരെയും കാന്താരിപ്പെണ്ണിനെയും അങ്ങോട്ട് ഇട്ടു കൊടുക്കണം. ഇന്നത്തെ നല്ല എന്നത്തെയും നമ്മുടെ മെയിൻ ഷെഫ് അമ്മ തന്നെയാകട്ടോ. ചിരകി വെച്ച തേങ്ങയും ഇതേപോലെ ഒന്ന് ഇടിച്ചെടുക്കാം. ചതച്ച് റെഡിയാക്കിയ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഒരു കറിച്ചട്ടിയിലോട്ട് മാറ്റാം. എന്നിട്ട് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മീൻ പീര വറ്റിച്ചതിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നതിലാണെന്ന്. അതുകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കണം. ശേഷം കഴുകി റെഡി ആയിരിക്കുന്ന തോട്ടപുളി കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരാൻ പോകുന്നത്. ചൂടമീൻ എന്നാണ് ഇവനെ ഇവിടൊക്കെ വിളിക്കുന്നത്. മറ്റു പലയിടത്തും നത്തോലി എന്നും പൊടിമീൻ എന്നും പറയുന്ന ഇവർ കാൽസ്യത്തിൻ്റെ വലിയൊരു കലവറ തന്നെയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇവനെ എന്താണ് വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെയും ഇവന്മാരെ മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇതേമാതിരി ഒന്ന് പൊത്തി വെക്കുക. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇവരെ നമുക്ക് അടുപ്പിലോട്ട് കൊണ്ടുപോകാം. എന്ത് സാധനമാണേലും മൺപാത്രത്തിൽ ഇതേപോലെ വിറകടുപ്പിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് കൂടും അല്ലേ. നമ്മുടെ ഈ മീൻ പീര വറ്റിച്ചത് നന്നായിട്ട് വേവാനായിട്ട് അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും സാധനം റെഡിയാകും കേട്ടോ. ഇതേപോലെ ആവിയൊക്കെ വന്ന് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് മീൻ വറ്റിച്ചത് അല്ലെങ്കിൽ പീര വറ്റിച്ചത് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ അതുകൂടെ മറക്കാതെ ചെയ്തേക്കണേ. ബൈ ബൈ.